ഹായ്, won't you celebrate with me? ലൂസിൽ ക്ലിഫ്റ്റന്റെ ഈ കവിതയിൽ നിന്നുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ? Now friends, take a look at paragraph question number 1. Discuss the relevance of the use of lowercase in the title of the poem. ഈ കവിതയുടെ ടൈറ്റിലിൽ മുഴുവൻ ലോവർ കേസ്, അതായത് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു. ഒരൊറ്റ ക്യാപിറ്റൽ ലെറ്റർ പോലും ഇല്ല. ഇതെന്തിനു വേണ്ടിയാണ്? എന്താണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ചോദ്യം. Now, take a look at the answer. The entire text, including the title of Lucille Clifton's short poem, Won't You Celebrate With Me, is written using lowercase letters. ഈ കവിത മുഴുവൻ അതിൻ്റെ ടൈറ്റിൽ ഉൾപ്പെടെ സ്മോൾ ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ചാണ് കവി എഴുതിയിരിക്കുന്നത്. From this, it is clear that the poet's words and ideas are not bound by any conventional rules. It also makes the poem appear informal, even spontaneous. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് കവിയുടെ വാക്കുകളും ആശയങ്ങളും ഒന്നും തന്നെ ഭാഷയുടെ പരമ്പരാഗതമായ യാതൊരുവിധ നിയമങ്ങൾക്കും വിധേയമായല്ല കവി പ്രയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം. തന്നെയുമല്ല, യാതൊരു കൃത്രിമത്വവുമില്ലാതെ സ്വാഭാവികമായി മനസ്സിൽ നിന്ന് വരുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതയാണെന്ന് തോന്നും. When she writes, I made it up, she is speaking about her identity and her approach to writing. I made it up എന്ന് അവർ എഴുതുമ്പോൾ അവരുടെ സ്വത്വത്തെ പറ്റിയും എഴുത്തിനോടുള്ള അവരുടെ സമീപനത്തെ പറ്റിയുമാണ് അവർ സംസാരിക്കുന്നത്. In spite of her being a non-white and woman facing the double barrier in her achieving something great, she rose to become the poet laureate of Maryland. ജീവിതത്തിൽ രണ്ട് വലിയ പ്രതികൂല ഘടകങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒന്ന്, വെള്ളക്കാരിയല്ല, അതായത് കറുത്ത വർഗക്കാരിയായ ഒരു ആഫ്രിക്കക്കാരിയായിരുന്നു അവർ എന്നത്. രണ്ട്, ഒരു സ്ത്രീയാണ്. ഇതൊക്കെ ആയിരുന്നിട്ടും അക്കാലത്ത് അമേരിക്കയിലെ മേരിലാൻഡ് എന്ന സംസ്ഥാനത്തെ ആസ്ഥാന കവി എന്ന ഉയർന്ന സ്ഥാനം അലങ്കരിക്കാൻ അവർക്ക് സാധിച്ചു. ഷീ ഡിഡ് ഇറ്റ് വിതൗട്ട് എനി റോൾ മോഡൽസ് ഇൻ ഹർ ഓൺ വേ. അനുകരിക്കാൻ മറ്റ് മാതൃകകളൊന്നും തന്നെ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. തീർത്തും സ്വന്തമായ രീതിയിലാണ് അവർ ഇത് സാധിച്ചത്. ചാലഞ്ചിങ് ദ കൺവെൻഷൻസ് ഈസ് ഓൾസോ ടിപ്പിക്കൽ ഓഫ് എ നാരേറ്റീവ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് സെൽഫ് അസേർഷൻ. തന്നെയുമല്ല, ക്യാപിറ്റൽ ലെറ്റർ, പങ്ക്ച്വേഷൻ തുടങ്ങിയ ഭാഷയുടെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കവിത എഴുതുന്നത് ഇത്തരത്തിലുള്ള പ്രതിരോധത്തിൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകതയാണ്. ഫ്രണ്ട്സ്, ദിസ് ഈസ് ദി ആൻസർ. നൗ ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്പർ 2. Comment on the imagery employed by Lucille Clifton. Lucille Clifton ഈ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ഇമേജറി, അതായത് വാങ്മയ ചിത്രങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം? ഇതാണ് ചോദ്യം. Now, here is the answer. Lucille Clifton uses plenty of images in the poem. For example, she talks about someone born non-white and woman and here on this bridge between. ഈ കവിതയിൽ ധാരാളം ഇമേജസ് കവി പ്രയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നോക്കൂ, ഈ രണ്ട് പ്രയോഗങ്ങൾ, ബോൺ നോൺ വൈറ്റ് ആൻഡ് വുമൺ, മറ്റൊന്ന് ഹിയർ ഓൺ ദിസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ. ദി ഇമേജ് ഓഫ് സംവൺ ബോൺ നോൺ വൈറ്റ് ആൻഡ് വുമൺ ഈസ് എ സ്ട്രോങ് ഇൻഡൈറ്റ്മെന്റ്. ആദ്യത്തേത് ശക്തമായ ഒരു പ്രതിഷേധമാണ്. ഇറ്റ് മീൻസ് വൈറ്റ് ഈസ് ഗിവൺ സോ മച്ച് privilege over all other races. So the image of herself as non-white reduces her to an other. അതിൻ്റെ അർത്ഥം വെളുത്ത തൊലിയുള്ളവർക്ക് മറ്റു വർഗക്കാരേക്കാൾ കൂടുതൽ പരിഗണനകളും അവകാശങ്ങളും കൊടുക്കുന്നു എന്നതാണ്. അങ്ങനെ നോൺ വൈറ്റ്, അതായത് വെള്ളക്കാരി അല്ല എന്ന തൻ്റെ ചിത്രം അവരെ വെറും മറ്റേത് ആക്കി മാറ്റുന്നു. The addition of the image
ആൻഡ് വുമൺ മേക്സ് ഇറ്റ് മോർ പോയിനന്റ്. ഇതിനോടൊപ്പം വുമൺ, അതായത് സ്ത്രീ എന്ന ഇമേജ് കൂടി ചേർക്കുമ്പോൾ അത് കൂടുതൽ ശക്തി ആർജിക്കുന്നു. ഇറ്റ് റെപ്രസെൻറ്റ്സ് സം വൺ എഗൻസ്റ്റ് വിച്ച് എവറിഥിങ് ഹാസ് ബീൻ സ്റ്റാക്ഡ്. പാവപ്പെട്ട ഒരാളുടെ മേൽ ഈ ഭാരം, അതായത് ഈ പീഡനം മുഴുവൻ കയറ്റി വച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. The phrase between starshine and clay represents the divide between opportunity and reality. ഇപ്പറഞ്ഞ between starshine and clay എന്ന ഇമേജ് അക്കാലത്തെ അമേരിക്കൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആ വലിയ വിടവ്, അതായത് അവസരങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരത്തെയാണ് അത് കാണിക്കുന്നത്. You can see the opportunity, the star others are talking about, but without a definite path to get there. You are stuck almost the clay. മറ്റുള്ളവർ പറയുന്ന ആ അവസരങ്ങൾ നിനക്ക് ദൂരെ നിന്ന് നോക്കിക്കാണാനാവും, എന്നാൽ അത് കിട്ടില്ല, എത്തിപ്പെടാൻ പറ്റില്ല എന്നർത്ഥം. കാരണം നീ എന്നെന്നും ചെളിക്കുണ്ടിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ്. അത് തന്നെ കാരണം. Well, friends, this is the answer. Now take a look at paragraph question number 3. Write a note on biblical undertones in Clifton's poem. ഈ കവിതയിൽ കാണുന്ന ബൈബിളിലെ പരാമർശങ്ങൾ, അതിനെപ്പറ്റി ഒരു ചെറു കുറിപ്പ് എഴുതാമോ? ഇതാണ് ചോദ്യം. Now here is the answer. Lucille Clifton asks the readers to celebrate with her a kind of life she has shaped. ലൂസിൽ ക്ലിഫ്റ്റൺ എന്ന പ്രസിദ്ധിയായ ആഫ്രിക്കൻ അമേരിക്കൻ കവി അവരുടെ സ്വന്തം നിലയിൽ ഒക്കുന്ന രീതിയിൽ പടുത്തുയർത്തിയ ഏതാണ്ട് ഒരു മനുഷ്യജീവിതം പോലത്തെ ഒരു സംഭവം, ഒരു സാധനം, അത് അവരോടൊപ്പം ഒന്ന് ആഘോഷിക്കുവാൻ തൻ്റെ വായനക്കാരോട് അവർ ആവശ്യപ്പെടുന്നു. She sees a difference between the lives of others and her own emerging self-consciousness. മറ്റുള്ളവരുടെ ജീവിതവും സാവധാനം രൂപപ്പെട്ടു വരുന്ന സ്വന്തം ആത്മബോധവും തമ്മിലുള്ള അന്തരം അവർക്ക് മനസ്സിലാവുന്നു. She claims to have no model for the self that she has constructed. മറ്റൊരു മാതൃകയെയും അനുകരിച്ച് ഉണ്ടാക്കിയെടുത്തതല്ല അവർ കഷ്ടപ്പെട്ട് മെനഞ്ഞെടുത്ത ആ ജീവിതം എന്ന് കവി തന്നെ പറയുന്നു. She draws on several sources to explore the themes of identity, race and gender. കവിയുടെ അസ്തിത്വം, വർഗം, ലിംഗം തുടങ്ങിയ തീമുകൾ മെനഞ്ഞെടുക്കാൻ അവർ പലതും ഉദ്ധരിക്കുന്നുണ്ട്. One of these sources is the biblical Psalm 137, the line beginning with by the rivers of Babylon. അതിൽ ഒരെണ്ണം ബൈബിളിൽ കൊടുത്തിട്ടുള്ള 137 സങ്കീർത്തനത്തിൽ ബാബിലോൺ നദിക്കരയിൽ എന്ന് തുടങ്ങുന്ന വരികളാണ്. It presents an illuminating parallel to Clifton's poem. ഇപ്പറഞ്ഞ ബൈബിൾ വചനങ്ങൾക്ക് നമ്മുടെ പ്രിയ കവി ക്ലിഫ്റ്റന്റെ ഈ കവിതയുമായി നല്ല സാമ്യമുണ്ട്. The hymn expresses the yearnings of the Jews exiled by the Babylonian conquest of Jerusalem. ബാബിലോണിയക്കാർ യെരൂശലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ അവിടെ നിന്ന് നാടുകടത്തപ്പെട്ട യഹൂദരുടെ മനോവികാരമാണ് ഇപ്പറഞ്ഞ ബൈബിൾ വചനങ്ങളിൽ കാണുന്നത്. The Psalm's tone echoes Clifton's own disbelief and indignation. ഈ സങ്കീർത്തനങ്ങളിൽ കാണുന്ന ടോൺ ക്ലിഫ്റ്റന്റെ തന്നെ കാര്യങ്ങൾ വിശ്വസിക്കാനുള്ള പ്രയാസവും ധാർമ്മിക രോഷവും നമുക്ക് കാണാൻ സാധിക്കും. Unlike the ancient Israelites exiled to Babylon, Clifton was born in Babylon with no memory of a homeland. അതേസമയം ബൈബിളിൽ പറയപ്പെടുന്ന യഹൂദന്മാരിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടെ നമ്മുടെ കവിയുടെ അവസ്ഥ എന്നും ഓർക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ കവി ബോൺ ഇൻ ബാബിലോൺ എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം നാടിനെപ്പറ്റി യാതൊരു ഓർമ്മയും അവശേഷിപ്പിക്കാതെ. ഇതാണ് ഉത്തരം. ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. Question number 4.
Something has tried to kill me and has failed. Elucidate. എന്തോ ഒന്ന് എന്നെ കൊല്ലാൻ നിരന്തരം ശ്രമിച്ചു, എന്നാൽ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ വാക്യം ഒന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. ലൂസിൽ ക്ലിഫ്റ്റൺ in the poem "Won't You Celebrate With Me" asks the reader to celebrate with her the something like a life that she has managed to create for herself. ലൂസിൽ ക്ലിഫ്റ്റൺ എന്ന നമ്മുടെ പ്രിയ കവി അവരുടെ സ്വന്തം നിലയിൽ പടുത്തുയർത്തിയ ഏതാണ്ട് ഒരു മനുഷ്യജീവിതം പോലത്തെ ആ സാധനം അവരോടൊപ്പം ആഘോഷിക്കുവാൻ തൻ്റെ വായനക്കാരോട് ആവശ്യപ്പെടുന്നു. She had no model to follow. She was also born in exile and persecution as both a non-white and woman. തൻ്റെ ഈ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് അവരുടെ മുന്നിൽ മാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, നാടുകടത്തപ്പെട്ട അവസ്ഥയിലായിരുന്നു അവരുടെ ജനനവും. അതോടൊപ്പം വെള്ളക്കാരി അല്ലാത്ത ഒരു വനിത എന്ന നിലയിൽ മറ്റുള്ളവരിൽ നിന്നുള്ള പീഡനവും. ഷീ കുഡ് ബിക്കം നോ ബഡി എക്സെപ്റ്റ് ഫോർ ഹെർസെൽഫ്. നമ്മുടെ കവിക്ക് താനല്ലാതെ മറ്റാരുമാകാൻ കഴിയുമായിരുന്നില്ല. സോ ഷീ ഇംപ്രൊവൈസ്ഡ് വിതിൻ ദ ലിമിറ്റഡ് സ്പേസ് അവൈലബിൾ ബിറ്റ്വീൻ ബോഡിലി എക്സിസ്റ്റൻസ് ആൻഡ് ദ സ്റ്റാർ ഓഫ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ അവർ സ്വന്തം നിലയിൽ ജീവിക്കാൻ തുടങ്ങി. എങ്ങനെ? അമേരിക്കയിലെ വെള്ളക്കാർക്ക് യഥേഷ്ടം കിട്ടുന്ന അവസരങ്ങൾ തനിക്ക് നിഷേധിക്കപ്പെട്ട് വളരെ ദയനീയമായ തൻ്റെ ഒരു ജീവിതം. ഷീ ക്ലാസ്പ്ഡ് ഹെർ ഹാൻഡ്സ് ടൈറ്റ്ലി ടുഗെദർ. തൻ്റെ രണ്ട് കൈകളും ചേർത്ത് അവർ മുറുകെ പിടിച്ചു. ഷീ urges the reader to celebrate the fact that every day something has tried to kill her but failed. She has survived. എല്ലാ ദിവസവും എന്തൊക്കെയോ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അതിൻ്റെ ഫലം ദയനീയ പരാജയമായിരുന്നു. താൻ വിട്ടുകൊടുത്തില്ല. തൻ്റെ ഈ വിജയം തന്നോടൊപ്പം ആഘോഷിക്കുവാൻ വായനക്കാരോട് അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ തൻ്റെ ജീവിതം താൻ നിലനിർത്തി. Having reflected on her lifetime of struggle, she concludes with a renewed sense of her own accomplishments, authority and worthiness. ഇപ്രകാരം ഒരു ജന്മം മുഴുവൻ നടത്തിയ തൻ്റെ നിരന്തര പോരാട്ടത്തെക്കുറിച്ച് അവർ ഉറക്കെ ചിന്തിക്കുന്നു. അങ്ങനെ നേടിയെടുത്ത തൻ്റെ നേട്ടങ്ങൾ, അധികാരം, തൻ്റെ തന്നെ വില, ഇക്കാര്യങ്ങൾ സ്മരിച്ചുകൊണ്ട് ഈ ചെറിയ കവിത അവസാനിക്കുന്നു. ഫ്രണ്ട്സ്, ദിസ് ഈസ് ദി ആൻസർ ആൻഡ് ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ വീഡിയോ. ഐ വിൽ സീ യു സൂൺ. ബൈ ബൈ.